Hi all, welcome to the online session of manufacturing process. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് പാർട്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്. അതിൽ ടിഗ് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ് ആൻഡ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. നമ്മളൊരു ആർക്ക് വെൽഡിംഗ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, സിംപ്ലി മെറ്റൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതിൽ ഫ്ലെക്സ് ഉപയോഗിക്കുന്ന സമയത്താണ് അതിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് ടിഗ് നോക്കാം. എന്താണ് ടിഗ് വെൽഡിംഗ്? ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ടിഗ് വെൽഡിംഗ്. ഇതിന് മറ്റൊരു പേരുള്ളത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, GTAW, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ പേരെന്നുള്ളത് മനസ്സിലാവും ഒരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണെന്നുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലാണ്. അത് നമുക്കറിയാം, ആർക്ക് വെൽഡിങ്ങിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട അതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസാണ് നോൺ കൺസ്യൂമബിൾ ആണെന്നുള്ളത് ഇലക്ട്രോഡ്. പിന്നെ ഇവിടെ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല. ഫ്ലെക്സിന് പകരം നമ്മൾ ഒരു ഇനേർട്ട് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഹീലിയം അല്ലെങ്കിൽ ആർഗൺ പോലത്തെ ഇനേർട്ട് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലർ റോഡ് അല്ലെങ്കിൽ ഫില്ലർ മെറ്റൽ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചും ചെയ്യാം, ഉപയോഗിക്കാതെയും ചെയ്യാം. മിക്ക കേസിലും നമ്മൾ ഉപയോഗിക്കും, സെപ്പറേറ്റ് ഫില്ലർ റോഡ് ഉപയോഗിക്കും. പിന്നെ ഇതിൽ AC സപ്ലൈയും DC സപ്ലൈയും കൊടുക്കും. മെയിനായിട്ട് AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. DC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് പൊളാരിറ്റി യൂസ് ചെയ്യണം. എന്നാൽ റിവേഴ്സ് പൊളാരിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മെൽറ്റ് ആവാൻ തുടങ്ങും. നമുക്ക് മെൽറ്റ് ആവാൻ പാടില്ല, നോൺ കൺസ്യൂമബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി ഉപയോഗിക്കണം. റിവേഴ്സ് പൊളാരിറ്റി ഒരിക്കലും ഉപയോഗിക്കരുത് DC ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് ടിഗ് വെൽഡിങ്ങിൻ്റെ ഫിഗർ. ഒരു വെൽഡിംഗ് ടോർച്ച് ഉണ്ട്, അതിൻ്റെ സെൻട്രലായിട്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉണ്ട്, നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉണ്ട്. ആ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ സൈഡിലൂടെ ഇനേർട്ട് ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇനേർട്ട് ഗ്യാസ് ആണ് പറഞ്ഞാൽ ഷീൽഡിങ് ഗ്യാസ് നമുക്ക് കൊടുക്കണം, ഒരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിനുള്ള കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ, എയർ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇനേർട്ട് ഗ്യാസ് കൊടുക്കുന്നത്. പിന്നെ മോൾട്ടൻ മെറ്റൽ ഉണ്ട്. മോൾട്ടൻ മെറ്റൽ ഉണ്ടാവുന്നത് ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണമാണ്. നമ്മുടെ ഡയറക്ഷൻ ഓഫ് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് അതിൻ്റെ സൈഡിലൂടെ ഒരു ഗ്യാസ് ഷീൽഡ് അല്ലെങ്കിൽ ഷീൽഡിങ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ പറഞ്ഞ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, ഫില്ലർ റോഡ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്താണ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ടിഗ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: നോ ഫ്ലെക്സ് ഈസ് റിക്വയർഡ്, ഫ്ലെക്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫ്ലോ ഓഫ് ഇനേർട്ട് ഗ്യാസ് കീപ്സ് എയർ അവേ ഫ്രം ദ മോൾട്ടൻ മെറ്റൽ. എന്നാൽ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എയറിൻ്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. എന്നാൽ എയറിൻ്റെ കണ്ടാമിനേഷൻ മൊത്തമായിട്ട് ഒഴിവാകുന്നതുകൊണ്ട് മിനിമം ഡിസ്റ്റോർഷൻ ഓഫ് ദ മെറ്റൽ നിയർ ദ, കാരണം അതിനടുത്ത് ഒരു ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ഫില്ലർ മെറ്റൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. നമ്മൾ മിക്ക കേസിലും ഉപയോഗിക്കും. ടിഗ് വെൽഡ് സ്ട്രോങ്ങർ ആണെന്ന് പറയാൻ കാരണം എയറിനായിട്ടുള്ള എയർ കണ്ടാമിനേഷൻ ഒഴിവാവും. അതുകൊണ്ട് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, മോർ ഡക്റ്റൈൽ ആയിരിക്കും. അത് സാധാരണ ഉള്ള ഷീൽഡഡ് ആർക്ക് വെൽഡിങ്ങിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള വെൽഡായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നാൽ ഇത് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം 5 മില്ലിമീറ്ററിൻ്റെ താഴെയുള്ള
മെറ്റലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ വെൽഡിങ് സ്പീഡ് വളരെ കുറവാണ്. നമ്മൾ കൈ കൊണ്ട് ഫീഡ് ചെയ്ത് അതോടൊപ്പം ഒരു കയ്യിൽ ഫില്ലർ റോഡും വെച്ച് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വെൽഡിങ് സ്പീഡ് വളരെ കുറവാണ്. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. അപ്ലിക്കേഷൻസ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്ക്കാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്, ടിഗ് വെൽഡിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീല്, മെഗ്നീഷ്യം അലോയ്സ്, നിക്കൽ ബേസ് അലോയ്, കോപ്പർ ബേസ് അലോയ്, കാർബൺ സ്റ്റീല്, അലോയ് സ്റ്റീല് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും തിന്നായിട്ടുള്ള ചെറിയ തിന്നായിട്ടുള്ള മെറ്റലുകൾ ജോയിൻ ചെയ്യാനാണ് ഇത് ടിഗ് വെൽഡിങ് ഉപയോഗിക്കുക. പിന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് ഡിസിമിലർ മെറ്റൽസിന് ടിഗ് വെൽഡിങ് സ്യൂട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ റോഡിൻ്റെ ഒക്കെ എൻഡിൽ നമുക്ക് ഹാർഡ് ഫേസിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാർബൺ സ്റ്റീലിൻ്റെ ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ടിഗ് വെൽഡിംഗ് ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വെൽഡിംഗ് ആണ് മിഗ് വെൽഡിംഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, GMAW. ഇതിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ടിഗ് വെൽഡിങ്ങിൽ നമ്മൾ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വയർ തന്നെയാണ് ഇവിടെ ഫില്ലർ റോഡിൻ്റെ ആവശ്യമില്ല ശരിക്ക്. സെപ്പറേറ്റ് ഫില്ലർ റോഡിൻ്റെ നമ്മുടെ കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡ് തന്നെയാണ് കൺസ്യൂം ചെയ്ത് അത് ഉരുകി അവിടെ ഫില്ലാവുന്നത്. കാരണം ഫില്ലർ മെറ്റലിൻ്റെ അതേ ഫങ്ഷൻ നമ്മുടെ ഇലക്ട്രോഡ് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫില്ലർ റോഡ് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. വയർ ഈസ് ഫെഡ് ത്രൂ എ വെൽഡിംഗ് ഗൺ അറ്റ് എ കൺട്രോൾഡ് സ്പീഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഇവിടെയും ഈ ഒരു ഇനേർട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണിത് മെറ്റൽ എന്ന് പറയുന്നത്. മറ്റടുത്ത് ടങ്സ്റ്റൺ തന്നെ സെപ്പറേറ്റ് ടങ്സ്റ്റൺ തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു ഷീൽഡിംഗ് ഗ്യാസ് ഉണ്ട്. ആ ഇനേർട്ട് ഗ്യാസ് ഷീൽഡിംഗ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി വെൽഡിംഗ് സോണിൽ ഒരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇതൊരു നമ്മുടെ ഈ നോൺ കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പ്രോസസ്സ് നമുക്ക് പറയാം. പിന്നെ ഇവിടെ DC ആണ് മെയിനായിട്ട് ഉപയോഗിക്കുക, AC ഉപയോഗിക്കുക. കാരണം DC തന്നെ റിവേഴ്സ് പൊളാരിറ്റി ഡയറക്റ്റ് കറൻ്റാണ് ഉപയോഗിക്കുന്നത്. റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കൺസ്യൂമബിൾ ആയതുകൊണ്ട് നമ്മുടെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇലക്ട്രോഡിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 2/3 ഹീറ്റ് ഇലക്ട്രോഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് റിവേഴ്സ് പൊളാരിറ്റി DC ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫിഗർ നോക്കാം. നേരത്തെ പോലത്തെ ഫിഗർ തന്നെയാണ്. അതിൽ നമ്മൾ ഒരു നോസിലൂടെ സെൻട്രലായിട്ട് ഇലക്ട്രോഡ് ഉണ്ട്. നോസിലിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇനേർട്ട് ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇനേർട്ട് ഗ്യാസ് കാരണം ഒരു ഷീൽഡ് ഉണ്ടാവുന്നുണ്ട് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെയാണ് വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. മോൾട്ടൺ മെറ്റലുണ്ട്. ഇത്രയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇത് കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ ആണ്. വളരെ സ്പീഡിലായി നടക്കാൻ പറ്റും. നമുക്ക് ഫില്ലർ റോഡ് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ അത് ഒരു ഫീഡ് കൊടുക്കുകയാണ് ഓൾറെഡി. അപ്പോൾ അത് ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ. വെൽഡ് ഇൻ ഓൾ പൊസിഷൻ, നോ ഫ്ലെക്സ് ഈസ് റിക്വയർഡ്. അത് ടിഗിലും നോ ഫ്ലെക്സ് തന്നെയാണ്. നോ ഫ്ലെക്സ് അതിൻ്റെ ആവശ്യമില്ല. ഇനേർട്ട് ഗ്യാസ് ഈസ് സെയിം ആസ് ഇൻ ടിഗ് വെൽഡിംഗ്. ഇവിടെ ഒന്നെങ്കിൽ ആർഗൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനേർട്ട് ഗ്യാസിന് ഇല്ല, അപ്പോൾ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയും മിഗിൽ. മെറ്റൽ തിക്നെസ് ഈസ് ഓഫ് എബൌട്ട് 40 mm ക്യാൻ ബി വെൽഡ്. കാരണം കുറച്ചുകൂടെ തിക്കായിട്ടുള്ള 40 mm തിക്ക് വരെയുള്ള മെറ്റലിനെ നമുക്ക് വെൽഡ് ചെയ്യാൻ മിഗ് വെൽഡിംഗ് ഉപയോഗിക്കാം. അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇനി ലിമിറ്റേഷൻസ് പറയുന്നത് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഈസ് കോസ്റ്റ്ലിയർ ആൻഡ് ലെസ് പോർട്ടബിൾ. പിന്നെ ലെസ് സ്യൂട്ടബിൾ ഫോർ ഔട്ട്ഡോർ വർക്ക്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് പറയാം, ഇതിവിടെ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്, മറ്റിടത്ത് നോൺ കൺസ്യൂമബിൾ ആയിരുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഓൾ കൊമേഴ്ഷ്യലി അവൈലബിൾ മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീപ്പ് ഗ്രൂവ് വെൽഡിംഗ് ഓഫ് പ്ലേറ്റ്സ് ആൻഡ് കാസ്റ്റിംഗ്. More advantages on light gauge metals,
വേർ ഹൈ സ്പീഡ് ആർ പോസിബിൾ. എന്നാൽ നമുക്ക് പെട്ടെന്ന് വെൽഡ് ചെയ്താൽ പോകാൻ പറ്റിയ ലൈറ്റ് ഗേജ് ആയിട്ടുള്ള മെറ്റൽസൊക്കെ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ ഏറ്റവും സ്യൂട്ടബിളായ മെത്തേഡ് മിഗ് വെൽഡിംഗ് ആണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് നമ്മളെ ഫസ്റ്റ് പറയുന്നത് അതിൻ്റെ പേരാണ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. അതുപോലെ മറ്റത് മിഗിന് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇലക്ട്രോഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. മറ്റടുത്ത് കൺസ്യൂമബിൾ മെറ്റാലിക് ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് ഫീഡ് നോട്ട് റിക്വയർഡ് ആണ്. മറ്റടുത്ത് ഇലക്ട്രോൺ നീഡ് നോട്ട് ബി അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഫ്രം എ വയർ ലെവൽ. കാരണം ആ വയർ നമ്മളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡ് കൊടുത്തിട്ടാണ് അത് മൂവ് ചെയ്യിക്കുന്നത്. പിന്നെ ഇലക്ട്രോഡിൻ്റെ ഹോൾഡറിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ വെൽഡിംഗ് കറൻറ്റ് ബോത്ത് AC ആൻഡ് DC ടിഗിൽ ഉപയോഗിക്കാം. പക്ഷേ DC ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റി ഉപയോഗിക്കണം. ഈ മിഗ് വെൽഡിങ്ങിൽ DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. ഫില്ലർ മെറ്റൽ മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ്. മറ്റടുത്ത് ഫില്ലർ മെറ്റൽ ഇൻ ദ ഫോം ഓഫ് എ വയർ ഈസ് യൂസ്ഡ് ആണ്. നമ്മൾ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല, അത് വയർ തന്നെയാണ്. നമ്മൾ ഇലക്ട്രോഡ് വയറാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ബേസ് മെറ്റലിൻ്റെ തിക്നെസ് ടിഗ് വെൽഡിങ്ങിൽ അപ് ടു 5 mm ആണ് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. മിഗ് വെൽഡിങ്ങിൽ 40 mm വരെയുള്ളത് ഇത് ചെയ്യുക. പിന്നെ വെൽഡിങ് സ്പീഡ് ടിഗ് വെൽഡിങ് സ്ലോ ആണ്, മിഗ് വെൽഡിങ് ഫാസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു ആർക്ക് വെൽഡിംഗ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് സബ്മേർജ്ഡ് എന്തിനകത്ത് സബ്മേർജ് ചെയ്ത് കിടക്കുകയാണ്. അത് ഒരു ഫ്ലെക്സിനകത്താണ് സബ്മേർജ് ചെയ്ത് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആർക്ക് അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, ലൈറ്റുകളൊന്നും കാണാൻ പറ്റില്ല ഈ വെൽഡിങ്ങിൻ്റെ. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇൻ എ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ദ ആർക്ക് ഫോംഡ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ് ഓട്ടോമാറ്റിക്കലി ഫെഡ് metallic consumable electrode and the welding job under a heap of granular flux. That is, the arc is submerged in the flux and there is no usable sign of arc. ആർക്ക് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് ഈ ഫ്ലെക്സ് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഫ്ലെക്സാണ് മുകളിൽ മുഴുവുള്ളത്. അപ്പം ഏറ്റവും ഈ ഫ്ലെക്സിൻ്റെ താഴെയായിട്ടാണ് ഇലക്ട്രോഡിൻ്റെ ടിപ്പ് ഉണ്ടാവുക. ആ ടിപ്പും വർക്ക് പീസും തമ്മിലുള്ള ഗ്യാപ്പ്, അവിടെയാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വെൽഡിംഗ് കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ ആർക്ക് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ ആർക്ക് മെൽറ്റ്സ് ദ ഇലക്ട്രോഡ് ഫ്ലെക്സ് ആൻഡ് സം ബേസ് മെറ്റീരിയൽ ടു ഫോം എ വെൽഡഡ് ജോയിൻറ്റ്. അങ്ങനെ ഏറ്റവും മുകളിൽ ഫ്ലെക്സ് ഉണ്ട്, ആ ഫ്ലെക്സിൻ്റെ ഇടയിൽ ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡ് അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെറ്റൽ ഉരുകിയിട്ട് ആ ബേസ് മെറ്റലിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉരുകിയിട്ട് അവിടെ വെൽഡഡ് ജോയിൻ്റ് ഉണ്ടാകും. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, നമുക്ക് കാണാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള വെൽഡഡ് ജോയിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. ഇലക്ട്രോഡിനെ അല്ലെങ്കിൽ വെൽഡിങ് ഏരിയ മുഴുവൻ ഫ്ലെക്സ് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. മുകളിലുള്ള ഈ പാർട്ട് ഇത് ഫുള്ള് ഫ്ലെക്സാണ്, ഫ്ലെക്സ് കൊണ്ട് മൂവ് ചെയ്തേക്കുക. ഇതാണ് വെൽഡഡ് മെറ്റൽ. നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് ഫ്ലെക്സ് കാരണം മൂടപ്പെട്ട് കിടക്കുകയാണ്, സബ്മേർജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഈ സൈഡിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആർക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ആ ആർക്ക് ഫുള്ളി സബ്മേർജഡാണ്. അവിടെ ഈ ആർക്ക് കാരണം ബേസ് മെറ്റൽ ഉരുകിയിട്ടത് വെൽഡഡ് ജോയിൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഹൈ വെൽഡിങ് സ്പീഡാണ്. അതുപോലെ ലെസ് ഇലക്ട്രോഡ് കൺസംഷൻ ആണ്, ലെസ് പവർ കൺസംഷൻ. എനി ലെങ്ത് ക്യാൻ ബി വെൽഡഡ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ. വെൽഡ് സ്പാറ്റർ ഈസ് എലിമിനേറ്റഡ്. വെൽഡ് സ്പാറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെൽഡിങ് ഡിഫക്റ്റാണ്. കുറേ വെൽഡിങ് ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാം. പൊറോസിറ്റി, അതുപോലെ ലാക്ക് ഓഫ് പെനട്രേഷൻ, അണ്ടർ കട്ട്, ഇതുപോലത്തെ പറഞ്ഞാൽ എയറിനായിട്ട് ഒട്ടും കോണ്ടാക്റ്റ് ഇല്ല. അവിടെ ഫുള്ളായിട്ട് ഫ്ലക്സ് കയറിയിരിക്കുകയാണ്. അപ്പം ശരിക്കും ഓക്സിജനായിട്ട് ഒരു ഓക്സിഡേഷൻ പ്രോസസ്സും അവിടെ നടക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വെൽഡഡ് ജോയിൻ്റാണ് നമുക്ക് കിട്ടുക. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാരണം വളരെ കനം കുറഞ്ഞ പ്ലേറ്റുകൾ ഉപയോഗിക്കാൻ 5 mm കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ് ഇത് വെൽഡ് ചെയ്യാൻ പറ്റില്ല.
ഇറ്റ് കനോട്ട് ബി കാസ്റ്റ് അയൺ ബിക്കോസ് ഓഫ് ഹൈ ഹീറ്റ് ഇൻപുട്ട്സ്. കാസ്റ്റ് അയൺ ചെയ്യാൻ പറ്റില്ല, വെൽഡ് ചെയ്യാൻ പറ്റില്ല. കാസ്റ്റ് അയൺ കൂടുതൽ ഹീറ്റ് ഇൻപുട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല. കാരണം നമുക്ക് കൂടുതൽ ഓക്സിജൻ വരുമ്പോഴാണിത് കൂടുതൽ ആർക്കിൻ്റെ ഹീറ്റ് കൂടുക. ആർക്ക് ഈസ് ഇൻവിസിബിൾ. ഹീറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ഓൺലി ബൈ മെഷറിങ് ആർക്ക് വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. നമുക്ക് ആർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നമ്മളെ ആർക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്തിട്ട് മെഷർ റീഡറിൽ നോക്കിയിട്ട് വേണം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആപ്ലിക്കേഷൻസ് മോസ്റ്റ്ലി അഡോപ്റ്റഡ് ഫോർ ലോ കാർബൺ ആൻഡ് അലോയ് സ്റ്റീൽ ബട്ട് സംടൈം നോൺ ഫെറസ് മെറ്റൽസ് ആർ ഓൾസോ വെൽഡഡ്. ലോ കാർബൺ സ്റ്റീലിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുക, ചില സമയങ്ങളിൽ നോൺ ഫെറസ് മെറ്റൽസിലും ഉപയോഗിക്കും. കാരണം ലാർജ് ബോഡീസ്, കാരണം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലം ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഒരു ഏരിയ മുഴുവനായിട്ട് ഒറ്റയടിക്ക് നമുക്ക് വെൽഡ് ചെയ്ത് പോവാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ലാർജ് ബോയിലർ, ഹെവി മറൈൻ കമ്പോണൻറ്റ്, ഷിപ്പ് ആൻഡ് ലാർജ് ബിൽഡിംഗ്, ഫാബ്രിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ബീം ആൻഡ് ഗേർഡേഴ്സ്. എന്നാൽ ലെങ്തിയുള്ള വലിയ കട്ടിയുള്ള സാധനങ്ങളൊക്കെ സിമ്പിളായിട്ട് എത്രയും നല്ല ക്വാളിറ്റിയിൽ വെൽഡ് ചെയ്ത് പോകാൻ ഏറ്റവും ബെസ്റ്റ് സാധനം സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് 3 ടൈപ്പ് ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.